ഹേയ്, വെൽക്കം ടു സ്റ്റാറ്റിക് റെസ്ലിംഗ്. ഇത് റെസ്ലിങ്ങിൻ്റെ അപ്ഡേറ്റ്സും പിന്നെ എൻ്റെ ഒരു ഫാൻറ്റസി ബുക്കിങ്സൊക്കെ ഉള്ള ഒരു ചാനലാണ്. സോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കൊരുപാട് റെസ്ലേഴ്സിനൊക്കെ ഇഷ്ടമാണ്. നമുക്ക് ഒരാൾക്ക് ഒരു ഫേവറേറ്റ് റെസ്ലറൊക്കെ ആവുന്നത് അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്കിപ്പോൾ അതിലിപ്പോൾ ആരും ഒരു കറക്റ്റ് യൂസേജ് ചെയ്യണില്ല എന്ന് തോന്നുന്ന റെസ്ലേഴ്സൊക്കെ ഉണ്ടായിരിക്കില്ലേ. അങ്ങനെ പല റെസ്ലേഴ്സിനെയും കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് WWE കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലുള്ള കുറച്ച് റെസ്ലേഴ്സിൻ്റെ കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ കെവിൻ ഓവൻസ് ആണ്. കെവിൻ ഓവൻസ് എന്ന് പറയുന്നത് അത്രയും ടോപ്പായിട്ടുള്ളൊരു റെസ്ലറാണ്. NXT കണ്ട ആൾക്കാർക്ക് അറിയാം. ഈവൻ ഫസ്റ്റത്തെ നമ്മുടെ WWE ഫസ്റ്റത്തെ റണ്ണ് വരെ നമ്മുടെ ജോൺസിനെ വരെ ഡെബ്യൂട്ട് ചെയ്തപ്പോൾ തോൽപ്പിച്ചൊരു റെസ്ലറാണ് നമ്മുടെ കെവിൻ ഓവൻസ്. അത്രയും പവർഫുള്ളും അത്ര സ്ട്രോങ് ആയിട്ട് ബുക്ക് ചെയ്ത് കൊണ്ടൊരു റെസ്ലറാണ് കെവിൻ ഓവൻസ്. നമ്മുടെ ട്രിപ്പിൾ എച്ച് വിൻസ് മിക്മാൻ്റെ കയ്യിൽ നിന്ന് കമ്പനി കൺട്രോൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യം നമ്മുടെ കെവിൻ ഓവൻസ് നമുക്ക് പഴയതുപോലെ തിരിച്ച് കിട്ടുന്നതാണ്. പക്ഷേ അത് നടന്നിട്ടില്ല ഇതുവരെ. ഇപ്പോൾ വെറുതെ അവിടെ ഒരു ടാഗ് ടീം ഇവിടെ ഒരു ടാഗ് ടീം കാണുന്നവരൊക്കെ ആയിട്ട് ഒരു ടാഗ് ടീമുള്ളൊരു റെസ്ലറായിട്ട് മാറിയിരിക്കുകയാണ് കെവിൻ ഓവൻസ്. ആണെന്നൊക്കെ പറഞ്ഞാൽ നല്ല ടോപ്പായിട്ട് നിൽക്കുന്നൊരു സ്റ്റാർ തന്നെയായിരുന്നു. ഭയങ്കര വില്ലനൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹീൽ ടേണൊക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ WWE കൂടുതൽ കെവിൻ ഓവൻസ് മാച്ച് ആവുന്നത് AEW അല്ലെങ്കിൽ TNA നമ്മുടെ കെവിൻ ഓവൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്ര മണി അവരുടെ കയ്യിലുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ AEWക്ക് അവരെ അഫോർഡ് ചെയ്യാൻ പറ്റും. AEW അഫോർഡ് ചെയ്താൽ തന്നെ മര്യാദയ്ക്ക് ബുക്ക് ചെയ്യുമെന്നും നമുക്കറിയില്ല. പക്ഷേ കെവിൻ ഓവൻസ് ഇപ്പോൾ WWE ഒരു ബാധ്യത പോലെയാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നല്ലൊരു സ്റ്റോറി ലൈൻ ആളായിട്ട് മുന്നോട്ട് പോകണില്ല. ഇപ്പോൾ ഉള്ളത് തന്നെ നമ്മുടെ റാൻഡി ഓർട്ടനായിട്ടൊരു ടാഗ് ടീമായിരുന്നു കുറച്ച് നാൾ മുമ്പ്. അല്ലെങ്കിൽ പിന്നെ കോഡി റോഡ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ സാമി സൈനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും. ഇങ്ങർക്ക് സ്വന്തമായിട്ടൊരു കഥയില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നല്ലെങ്കിൽ കമ്പനി മാറണം, അല്ലെങ്കിൽ ഇങ്ങർക്ക് നല്ലൊരു സ്റ്റോറി കിട്ടണം. സോ നിങ്ങളുടെ അഭിപ്രായം അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത റെസ്ലർ വരുന്നത് കാരിയൻ ക്രോസ് ആണ്. കാരിയൻ ക്രോസ് എന്ന് പറയുന്നത് NXT കണ്ട ടീംസിന് അറിയാം. നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ ടൈമിലൊക്കെ NXT കണ്ട ആൾക്കാർക്കറിയാം. ഫിൻ ബാലറും കാരിയൻ ക്രോസും തമ്മിലുള്ള മാച്ചുകളും പിന്നെ കാരിയൻ ക്രോസിനെ ഇഞ്ചറി പറ്റുന്നതിന് മുമ്പുള്ള മാച്ചുകളൊക്കെ ആണെങ്കിലും തകർപ്പൻ മാച്ചുകളൊക്കെ ആയിരുന്നു. അതിനുശേഷം വിൻസ് മിക്മാൻ നേരെ ബുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര ഫെയിലായി. പിന്നെ റിലീസ് വരെ ചെയ്ത് കളഞ്ഞ അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു സെഗ്മെൻറ്റ് വഴിയാണ് തിരിച്ചു വന്നത്. റോമൻ റെയിൻസിനെയും ഡ്രൂ മാക്കിൻടയറിനും ഉള്ളൊരു സെഗ്മെൻറ്റിൽ ഡ്രൂവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ റോമൻ റെയിൻസിൻ്റെ നേരെ മറ്റേ ടൈം പീസല്ലേ നമ്മുടെ കാരിയൻ ക്രോസിന് അത് നേരെ വെച്ചിട്ടാണ് ആൾ ഡെബ്യൂട്ട് ചെയ്തത്. അതിന് ശേഷം പിന്നെ നടന്നത് വൻ പരാജയങ്ങളാണ്. ആൾ കളിച്ച കളി ഒരുവിധം എല്ലാ മാച്ചുകളിലും തോക്കും. പിന്നെ ഒരെണ്ണം ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്ത മാച്ച് തോക്കും. ഇപ്പോൾ തന്നെ ന്യൂഡയുടെ കൂടെ ഒരു സ്റ്റോറി പോകുന്നുണ്ട്. അതും ഒരുമാതിരി വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സേവിയർ വുഡ് ഹീൽ ടേൺ ചെയ്ത് കാരിയൻ ക്രോസിൻ്റെ കൂടെ ചേരാണെങ്കിൽ കുറച്ച് അടിപൊളിയായിരിക്കും. അല്ലാത്ത പക്ഷം ഇതും ഒരു വേസ്റ്റ് ലാൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നല്ലതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ NXTയിൽ ഡെബ്യൂട്ട് ചെയ്ത് വീണ്ടും ഒരു നല്ല റണ്ണ് വെച്ച് എനിക്ക് ഇപ്പോൾ ഉള്ളൊരു ടീമിൽ നിന്ന് ആൾ ഒഴിവാകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഭയങ്കര മോശമായിട്ടാണ് പോകുന്നത്. സോ അതിൽ നിന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് NXTയിൽ തന്നെ ആയിരിക്കും. NXTയിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വരാണെങ്കിൽ കുഴപ്പമില്ല, നല്ലൊരു ക്യാരക്ടറായിട്ട്. പിന്നെ നമ്മുടെ അടുത്ത റെസ്ലർ എന്ന് പറയുന്നത് നിങ്ങളാരും ഗസ് ചെയ്യാത്തൊരു റെസ്ലറായിരിക്കും. കാരണം സെഡ്രിക് അലക്സാണ്ടറാണ്. സെഡ്രിക് അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂസർ വെയ്റ്റൊക്കെ ഡിവിഷൻ 2-5 ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം സെഡ്രിക് അലക്സാണ്ടറിൻ്റെ മാച്ചുകളൊക്കെ. സെഡ്രിക് അലക്സാണ്ടറും മുസ്തഫ അലിയും തമ്മിലുള്ള മാച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ അടിപൊളി മാച്ചുകളായിരുന്നു 2-5. ഇവർ നമ്മുടെ ജോൺസിനെ വരെ റെസ്ൽമേനിയയിൽ മാച്ച് കണ്ടിട്ട് എഴുന്നേറ്റുന്നുണ്ട്. അപ്പോൾ ആലോചിച്ചാൽ മതി, അത്ര ടോപ്പ് റെസ്ലറാണ്. ആളുടെ കാര്യത്തിൽ എപ്പോഴും WWE കുറച്ച് നന്നായിട്ട് പോകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ പൊട്ടനാക്കി വിടും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മുടെ ഹാർട്ട് ബിസിനസ്സൊക്കെ ഉള്ള ടൈമിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകേണ്ടുന്നൊരു ക്യാരക്ടറായിരുന്നു. ആ ടൈമിലാണ് ആ ടീം ബ്രേക്കപ്പ് ആക്കി. പിന്നെ അതിലുണ്ടാകുന്ന ആൾക്കാരൊക്കെ തോന്നിയ പോലെ പോയി. ആകെ ബോബി ലാഷ്ലി മാത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെൽട്ടൺ ബെഞ്ചമിനും നമ്മുടെ സെഡ്രിക് അലക്സാണ്ടറും തോന്നിയ പോലെ പിരിഞ്ഞു പോയി. പിന്നെ അതിന് ശേഷം ഒരു നല്ലൊരു പുഷ് അങ്ങേർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ NXTയിലുണ്ടായിരുന്നു കുറച്ച് ദിവസം. പിന്നെ ഞാൻ NXTയിൽ അങ്ങനെ കണ്ടിട്ടില്ല എന്നുകൊണ്ട്. എന്നാലും ഇനി NXTയിൽ പോയിട്ട് അങ്ങേക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല.
ആൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ കമ്പനി വിടുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. WWE ആൾക്കൊരു നല്ലൊരു പൊസിഷന് കിട്ടുമെന്ന് ഡൗട്ട് തന്നെയാണ്. കാരണം രണ്ടുപേരും ഇപ്പോൾ വിൻസായാലും ട്രിപ്പിൾ എച്ച് ആയാലും രണ്ടുപേരും ഇങ്ങനെ ഒരു വിധത്തിൽ റൂയിൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്റ്റോറിയും കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ടാഗ് ടീമിലിട്ടു, ഒരു തൊട്ടി ടാഗ് ടീം, മറ്റേ അശാന്തി ഓഡിയൻസ് എന്നിട്ട് അങ്ങേരെ പേര് എനിക്ക് ഓർമ്മയില്ല, അങ്ങേരെ കൂടെ ഇട്ടു. എന്നിട്ട് പിന്നെ മാച്ചുകളിലും അധികം മാച്ചുകളിലും കൊണ്ടുവരുന്നില്ല. സോ നമുക്കറിയില്ല ഇനി എങ്ങോട്ടോ മുന്നോട്ട് പോകണേന്ന്. നല്ല രീതിയിൽ ഇങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ TNA പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. TNA അല്ലെങ്കിൽ ന്യൂ ജപ്പാനിൽ പോയി നമുക്കാർക്കും അങ്ങനെ വലിയ എപ്പോഴും കാണാനൊന്നും പറ്റില്ല. ഇതൊന്നും കുറച്ചും കൂടി നമുക്ക് റെസ്ലിംഗ് ഒക്കെ കുറച്ചും കൂടി കൂടുതൽ കാണാൻ പറ്റുന്നത് TNAയിലായിരിക്കും. അടിപൊളി റെസ്ലേഴ്സ് TNAയിലുണ്ട്. സോ നന്നായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ റെസ്ലേഴ്സൊക്കെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനെ റെസ്ലേഴ്സ് ഉണ്ട്, അവരെ WWE അങ്ങനെ യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതിൽ ആരൊക്കെയാണ് അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി ഇവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിക്ക് പോകേണ്ട റെസ്ലേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും കുറിച്ച് പറയും. ഇപ്പോൾ AEW നിന്ന് WWEക്ക് പറ്റുന്ന റെസ്ലേഴ്സ് ആണെങ്കിലും WWE നിന്ന് AEWക്ക് പോകേണ്ട റെസ്ലേഴ്സ് ആണെങ്കിലും ആരന്നൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോ ഏത് ടൈപ്പാണ് വേണ്ടതെന്നും കൂടി, ലൈക്ക് വല്ല ഡോക്യുമെൻ്ററി ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ WWE ലെജൻസിൻ്റെ അണ്ടർടേക്കറിൻ്റെ ട്രിപ്പിൾ എച്ചിൻ്റെ അല്ലെങ്കിൽ ജോൺസണിൻ്റെ ആരൊക്കെയെങ്കിലും ഡോക്യുമെൻ്ററിയോ ബയോഗ്രഫി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചാനലടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.